ഇതാണ് വൈഫാണ് എന്റെ, നിവിത എന്നാണ് പേര്. നല്ല പേര്. ഞാൻ അമ്മു എന്നാണ് വിളിക്കുക. കൊറേ വിവാദങ്ങൾ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ പറയുന്നുണ്ട്, ഞങ്ങൾ 3 പേരും തമ്മിൽ പറയുന്നുണ്ട്. അത്ര പേടിയാണ് നീ നിന്റെ പാട്ടിന് പോയിക്കോ. പേടിയാ പുളിക്കും പേടിക്കും ദൈവന്മാര് പേടിക്കും. ഞങ്ങള് ലവ് മാരേജ് ആണ്. ഞങ്ങൾ എപ്പോഴും ഹാപ്പിയാണ്, സന്തോഷത്തോടെ. എപ്പോഴും ഒരു വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കട്ടെ അല്ലേ ശശിയെ എന്നാണ് ഈ പറയുന്നത്? വേഷം കെട്ട് കാണിക്കരുത്, അടിച്ച് മുഖത്തിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റി കളയും. ഈ പെണ്ണിന്റെ കൂടെ വന്ന് ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിൽ പോയി പെട്ട് ഉള്ള ജീവിതം നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞങ്ങൾ മുന്നിൽ തീർത്തോളാം. പിന്നെ അനുഭവിച്ചോട്ടോ. ദിലീപിന്റെ കുടുംബത്തിൽ കാവ്യ കയറി വന്നതുപോലെ ആകരുത് എന്ന്. ഓ, അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? എന്നെ ഒരിക്കലും വിട്ടുപിരിഞ്ഞു പോയില്ലല്ലോ. അതെന്താ ആദ്യമായിട്ട് അങ്ങനെ ഒരു ചോദ്യം? ഇതുപോലെ ഒരു കുടുംബത്തിൽ കയറിയതാണ്, ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ. ആ പോയിന്റ് ആണ് സ്പെസിഫിക്കലി. അതാ പറഞ്ഞത്, ഐശ്വര്യമുള്ള ആൾക്കാർ വീട്ടിൽ കാല് കുത്തിയ ഐശ്വര്യം പുറകെ വരുമെന്ന്. രേണു സുധിയെ പറ്റി സുധിയുടെ 2ാമത്തെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട്. എന്റെ പൊന്നു സിസിലി, ആട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ എന്റെ വേല കാളയരുത് പ്ലീസ്. അവർ പറഞ്ഞൊരു കാര്യം, അവരും സുധിയുമായി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് രേണുവുമായിട്ട് ഇവൻ അടുപ്പമുണ്ടാകുന്നത്, സുധിക്ക് അടുപ്പമുണ്ടാകുന്നത്. അതിന്റെ പേരിൽ അവന് നന്ദി കാണിച്ചാൽ നിനക്കെന്താ പന്നി ഇത്ര ദണ്ണം? ആ ബന്ധം അവർ അറിയുന്നു. അതിലാണ് അവർക്ക് പിണങ്ങി പോകേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. പല സ്ഥലത്തും അയാൾ ഇത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. തലയിൽ തൂങ്ങുന്ന കേസാണ്. അതിന്റെ തെളിവാണ് സുധിയുടെ 2ാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ഒരു പെണ്ണ് പറഞ്ഞൊരു കാര്യം. എന്നാലും മോശമായി പോയി.